55% ബുദ്ധിമാന്ദ്യം, കേൾവി, കാഴ്ച, സംസാരം എന്നിവയിൽ വൈകല്യം. ജനിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ പ്രശാന്തിൻ്റെ അച്ഛൻ ചന്ദ്രനെയും അമ്മ സുഹിതയെയും ഡോക്ടർമാരുടെ സംഘം അറിയിച്ചത് മാസങ്ങൾക്കകം മകൻ മരണപ്പെടുമെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ്. 24 വർഷങ്ങൾക്കിപ്പുറം പ്രശാന്തിൻ്റെ അച്ഛൻ ചന്ദ്രൻ്റെ ഓർമ്മകളിൽ ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നു വൈദ്യസംഘത്തിൻ്റെ ഈ വാക്കുകൾ. 7-ാം വയസ്സിൽ മുറിയിലെ കലണ്ടർ വലിച്ചുകീറി കളയുന്ന പ്രശാന്തിൻ്റെ ദുശീലം ചെറിയ തലവേദനയല്ല മാതാപിതാക്കൾക്കുണ്ടാക്കിയത്. ഡിസംബർ മാസത്തിലും പുതിയ കലണ്ടർ തേടി അലഞ്ഞ കഥയിൽ നിന്നും ഡോക്ടർ പ്രശാന്തിൻ്റെ അത്ഭുതയാത്ര പറഞ്ഞു തുടങ്ങുകയാണ് തിരുവനന്തപുരം കരമന സ്വദേശിയായ പിതാവ് ചന്ദ്രൻ. ഒരു പരിധിവരെ ഈ 25 വയസ്സ് വരെ ജീവിച്ച് നിലനിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയുള്ള കാര്യം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. ഒരുപാട് ഗുരുതരമായ പ്രശ്നങ്ങൾ പ്രശാന്തിനുണ്ട്. കാരണം ഹാർഡിയോളജി ഗുരുതരമായ പ്രശ്നമാണ്, ന്യൂറോ പ്രശ്നമുണ്ട്, ഐക്യു പ്രശ്നമുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി ഈ പ്രശ്നങ്ങളിലാണ് ഇപ്പം പ്രശാന്ത് ജീവിച്ച് പോണത്. പക്ഷേ നേരത്തെ നമ്മളത് അറിഞ്ഞതുകൊണ്ട് നമുക്ക് ഒരുപാട് കെയർ ചെയ്ത് കുട്ടിയെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. അതുകൊണ്ട് ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെപ്പോഴും കൂടെ ഉണ്ടാകുമ്പോൾ അവൻ്റെ വികൃതിത്തനങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ആ മനസ്സിലാക്കിയിട്ട് അതിനിനി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കും. നമുക്ക് സംശയമുള്ള ഭാഗങ്ങളെല്ലാം ഡോക്ടറെ അടുത്ത് നമ്മൾ കൺസൾട്ട് ചെയ്യും. AD 1 മുതൽ 10 കോടി വർഷം വരെയുള്ള എല്ലാ ദിവസവും ഇന്ന് പ്രശാന്തിന് മനഃപ്പാടമാണ്. ഒരു മാസത്തെ കലണ്ടർ തയ്യാറാക്കാൻ വേണ്ടത് വെറും 30 സെക്കൻഡ് സമയം. ഓണവും വിഷുവും ഉൾപ്പെടെയുള്ള ആഘോഷ ദിവസങ്ങൾ ഏതാഴ്ചയാണെന്ന് ഓർത്തെടുക്കാനും എഴുതി കാണിക്കാനും 1 സെക്കൻഡ് മതി. ചേട്ടൻ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് കലണ്ടർ തയ്യാറാക്കുന്നത് മാത്രമല്ല, ഇപ്പോൾ ചേട്ടാ ഇപ്പോൾ ഒരു തീയതി നമുക്ക് ചോദിക്കാനായിട്ടാണ്. ഒരു തീയതി ഇങ്ങനെ ഈ ഒരു 10 കോടി വർഷത്തിനകത്തുള്ള ഒരു തീയതി ഇന്നുവരെ സംഭവിച്ചിട്ടില്ല, എന്തെങ്കിലും സംഭവിക്കുമെന്നും അറിയില്ല, അങ്ങനെ ഒരു തീയതി. അല്ല, അത് പറഞ്ഞാൽ മതി. ഏത് ദിവസമാണ്, ഏത് ആഴ്ചയാണ്, എന്താണ് തീയതി എന്ന് പറഞ്ഞാൽ മതി. അതൊന്ന് നോക്കാം. ഏത് ദിവസം എന്ന് പറഞ്ഞാൽ എഴുതിക്കോളൂ. ഏത് ദിവസത്താണ് ആവശ്യം നിങ്ങൾക്ക്? ഒരു 16 തന്നെ എഴുതിയിട്ട്. അടുത്ത ഏത് മാസമാണ്? 8-ാം മാസം. 8-ാം മാസം. ഇനി എത്ര കോടി വർഷത്താണ് അറിയേണ്ടത്? ഒരു 4 കോടി. അല്ല, ആദ്യം 4. അപ്പോൾ 2 ഡിജിറ്റ് വെച്ച് പറഞ്ഞാൽ മതി. 4 കോടിക്ക്. അപ്പം 44, 48, നിങ്ങൾ 44. അടുത്ത് 38. അടുത്ത് 62. അടുത്ത് 71. ഇപ്പം 4,43,86,271 ചോദിച്ചിരിക്കുന്നത്. 16/8 ഏതാഴ്ചയാണ്? ബുധനാഴ്ച എന്നാണ് പ്രശാന്ത് പറയുന്നത്. അത് നമ്മൾ പ്രശാന്ത് വെറുതെ പറയല്ല, പ്രശാന്തിൻ്റെ കയ്യിലൊരു ആപ്പുണ്ട്, കലണ്ടർ കണക്കാക്കുന്ന ആപ്പുകളുണ്ട്. അതിൽ പുള്ളി അതെടുത്ത് നമുക്ക് കാണിച്ചു തരികയും ചെയ്യും. അതായത് ഈ 4,43,86,271 വർഷം AD ഇത്രയും വർഷത്തിൽ 16-ാം തീയതി 8-ാം മാസം 16-ാം തീയതി ബുധനാഴ്ചയാണെന്നതാ പ്രശാന്ത് നമ്മളെ കാണിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ ഏത് ഡേറ്റ് ചോദിച്ചിരുന്നാലും അത് ഏതാഴ്ച എന്നുള്ളത് പറഞ്ഞു തരണമാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമ്മളെ ഈ മറ്റ് വിശേഷ ദിവസങ്ങളൊക്കെ എന്നാണ് വരണം എന്നുള്ളത് പറഞ്ഞു തരും. പിന്നെ അത് പോയിട്ട് ഇന്ന് ഒരു വിശേഷ ദിവസം തിങ്കളാഴ്ച ആണെങ്കിൽ അടുത്ത് ഇതുപോലെ തിങ്കളാഴ്ച വരുന്ന അതേ വിശേഷം, അതായത് ഓണം തിങ്കളാഴ്ച വന്നാൽ ഇനി വരാൻ പോകുന്ന തിങ്കളാഴ്ച വരുന്ന ഓണം എല്ലാം ഫ്രെയിം ചെയ്ത് തരും. എല്ലാം ശരിയായിട്ട് വരുന്നു. ഡെയിലി പോവുകയാണെങ്കിൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ ദിവസം പോലും ഓർമ്മയില്ല. പ്രശാന്ത് അസാധാരണമായിട്ടുള്ളൊരു കഴിവാണത്. അപ്പോൾ നമുക്ക് നോക്കാം. അത് നിങ്ങൾ ഏത് ഡേറ്റാണ്, എങ്ങനെയാണ്, ഏതാഴ്ചയാണ് അറിയേണ്ടത്. 1947 ഓണം എന്നായിരുന്നു? അടുത്ത വർഷത്തെ ഓണം എന്നാണ്? ഇത് ഓണം എന്നാണെന്ന് എഴുതി കാണിക്കുക മാത്രമല്ല, പ്രശാന്ത് അത് തെളിയിച്ച്, അതെ, മൊബൈൽ ആപ്ലിക്കേഷനിൽ ഏത് ദിവസമാണ് ഈ ഓണം എന്ന് കറക്റ്റായി എടുത്ത് നമുക്ക് കാണിച്ചു തരും ചെയ്യും. വെള്ളിയാഴ്ച ഓണം വരുന്ന ദിവസങ്ങളിൽ 2028 മുതൽ 38, 42, 52, 55, 59, 62 ഈ വർഷങ്ങളിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഓണം
വരുന്ന വർഷങ്ങളാണിത്. അതിൽ ഏത് ദിവസം വരുന്നു, ഏത് മാസം വരുന്നു എന്നൊക്കെ കൃത്യമായിട്ട് പ്രശാന്ത് വളരെ നിമിഷങ്ങൾക്കകം ഒരു 30 സെക്കൻഡ് പോലും എടുത്ത് കാണില്ല ഓരോ ഡേറ്റ് ആലോചിച്ച് എഴുതാനായിട്ട്. പിന്നീട് അദ്ദേഹം തുടരെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ പറഞ്ഞതിന് ശേഷമാണ് നിർത്തിയത്. ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്കൊരു കലണ്ടർ ഉപയോഗിക്കുക. ഇപ്പോൾ 1997 കലണ്ടർ പ്രശാന്ത് ഇപ്പം പെട്ടെന്ന് ചിന്തിച്ച് 97 1997 ഏത് മാസം? ജൂൺ മാസത്തെ ഒരു കലണ്ടർ. അത് ഞായറാഴ്ച 14 സെക്കൻഡ് സാറ്റർഡേ, 15 22 29 ഇടയിൽ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇത് അവധി ദിവസങ്ങൾ ചേർത്താണ് പ്രശാന്ത് ഇപ്പോൾ 1997 ജൂൺ മാസത്തിലെ മുഴുവൻ കലണ്ടർ ഒരു 15 സെക്കൻഡ് പോലും എടുത്താണല്ലോ പുള്ളി വളരെ വ്യക്തമായി ഞെട്ടിക്കുന്ന രീതിയിൽ എഴുതി തയ്യാറാക്കിയിരിക്കുകയാണ്. അവധി ദിവസങ്ങൾ ഉൾപ്പെടെ എഴുതിയിട്ടുണ്ട്. 1, 8, 14, 15, 22, 29. വളരെ നിമിഷ നേരം കൊണ്ട് അദ്ദേഹം ചിന്തിച്ച് നിമിഷങ്ങൾക്കകം 30 സെക്കൻഡിനകത്ത് പോലും എടുത്ത് കാണില്ല. 97 കലണ്ടറും ഇതുപോലെ 10 കോടി വർഷത്തെ കലണ്ടർ അദ്ദേഹം നിമിഷ നേരം കൊണ്ട് ചിന്തിച്ചെഴുതും എന്നുള്ളതാണ് പ്രശാന്തിൻ്റെ ഒരു പ്രത്യേകത. പ്രശാന്തിൻ്റെ അസാമാന്യ പ്രതിഭയെ അളക്കാൻ ഇറങ്ങി പുറപ്പെട്ട് തോറ്റുമടങ്ങിയ ഗിന്നസ് സംഘത്തിൻ്റെ കഥയും ചെറിയൊരു പുഞ്ചിരിയോടെയാണ് അച്ഛൻ ഓർക്കുന്നത്. ഗൂഗിളിൻ്റെ കൈവശം പോലും AD 10 കോടി എന്ന വർഷത്തിൻ്റെ കലണ്ടറില്ല. അല്ല, ഈ അളവ് പോലെ എന്ന് പറഞ്ഞാൽ 10 കോടി വർഷത്തെ കലണ്ടർ അവർക്കറിയില്ലല്ലോ, അവരുടെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ ഗൂഗിളിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ആപ്ലിക്കേഷനാണ്. പ്രൈവറ്റ് ആപ്ലിക്കേഷൻ വെച്ചും കൊണ്ട് അവർ കൊടുക്കില്ല, മനസ്സിലല്ല. അപ്പോൾ അത് ഏതെങ്കിലും ഒരു അതോറിറ്റി ഏറ്റെടുക്കണം. ഈ ആപ്ലിക്കേഷൻ ഇട്ടിരിക്കുന്ന ആളെ ഏറ്റെടുക്കാൻ തയ്യാറാണ്, അത് വെച്ച് കൊടുക്കില്ല. അതാണ് പ്രശ്നം. അപ്പോൾ ആൾറെഡി ഗിന്നസ്സാണ്, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. ഈ ടെമ്പറേച്ചറൊക്കെ പഠിച്ച സമയത്തിനാണെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ ഒരു 30 ഡിഗ്രി ആണെങ്കിൽ അവൻ്റെ മനസ്സിൽ തോന്നുന്നത് 4 ഡിഗ്രിയാണ്, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് 25 ഡിഗ്രിയാണ്. അപ്പോൾ ഉടനെ പറയാം അവിടെ പോകണമെന്ന് പറയും. അപ്പോൾ എൻ്റെ ഒരു സാഹചര്യം കൂടെ നോക്കിയിട്ട് അങ്ങനെ കൊണ്ടുപോകും. ഈ അവിടെ പോയി അവൻ്റെ കയ്യിൽ ആ ടെമ്പറേച്ചർ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിഞ്ഞ് വരണം. ഇതെല്ലാം കൈവഴിയുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഇവിടുത്തെ ഈ റൂം ടെമ്പറേച്ചർ കൃത്യമായിട്ട് അവനറിയാം. ഇപ്പോൾ ഈ റൂമിൽ നിന്ന് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചറും അറിയാം. അതിപ്പോൾ കുറച്ച് അടച്ചിട്ടിരിക്കുന്ന മുറിയാണെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചറും അറിയാം. അങ്ങനെ കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ അവിടെയും നമ്മൾ നിരുത്സാഹപ്പെടുത്താതെ കൊണ്ടുപോകും. നമ്മുടെ ജോലി അതായിരുന്നു. സ്വന്തം ശരീരം അളവുകോലാക്കി അന്തരീക്ഷത്തിലെ ഊഷ്മാവ് കൃത്യമായി പറയാനും പ്രശാന്തിന് കഴിയും. സംഗീതമാണ് ഏറെ ഇഷ്ടപ്പെട്ട മറ്റൊരു ഹോബി. വർഷാവർഷം കുറയുന്ന കേൾവിശക്തി വില്ലനാണെങ്കിലും താളമൊന്ന് പിടികിട്ടിയാൽ പിന്നെ പിയാനോയിൽ വിസ്മയം തീർക്കും പ്രശാന്ത്. ജീവിത വഴിയിലെ പ്രതിസന്ധികൾക്ക് മുമ്പിൽ ഒന്ന് കാലിടറി പോകുന്നവർക്ക് പാഠമാണ് പ്രശാന്തിൻ്റെ ജീവിതം. സൂരജ് സുരേന്ദ്രനോടൊപ്പം ജി നന്ദൻ, ETV ഭാരത്, തിരുവനന്തപുരം.